ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാൻ പോവാണ്. ഈ കാണുന്നതാണ് കൊട്ടാരം ഭഗവതി ക്ഷേത്രം. ഇത് ഞങ്ങളുടെ അറവകാട് അമ്പലത്തിൻ്റെ മൂലക്ഷേത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീടിനടുത്തായതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയാലും കൊട്ടാരം ഭഗവതിയിലും അതുപോലെ അറവകാടും പോയി തൊഴുതിട്ടേ പോവാറുള്ളൂ. അങ്ങനെ രണ്ട് സ്ഥലത്തും തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുവല്ല ബസ്സിൽ കയറിയിട്ടുണ്ട് അമ്പലപ്പുഴയിൽ പോകാനായിട്ട്. നല്ലോണം കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ്. ഇവിടുന്ന് 18 രൂപ പോയിന്റാണ് അമ്പലപ്പുഴ. അങ്ങനെ അവിടെ ഞങ്ങൾ എത്തി. കയറുമ്പോൾ തന്നെ രണ്ട് വശത്തായിട്ട് ഇഷ്ടംപോലെ കടകളുണ്ട്. ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് അമ്പലപ്പുഴ വന്നതിൻ്റെ ഓർമ്മയായിട്ട് സൂക്ഷിക്കാൻ കുറേ സാധനങ്ങൾ അവിടെ കിട്ടും. ഉണ്ണിക്കണ്ണനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ എങ്ങനെയാണ് പോകാൻ പറ്റുക? അങ്ങനെ ഞങ്ങൾ തൃക്കൈ വെണ്ണയും ത്രിമധുരവും കൊണ്ടാണ് പോയത്. വലിയ ക്യൂ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് വേഗം പോയി തൊഴുതു വരാൻ പറ്റി. മനസ്സ് നിറയോളം തൊഴുതു. തൊഴുതു കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങണമല്ലോ. അങ്ങനെ വന്നൊരു ക്യൂ നിന്നു പ്രസാദം കിട്ടി. അങ്ങനെ അത് കഴിക്കാനാണ് പിന്നെ അവിടെ ഒരു ആൾത്തറയിൽ പോയിരുന്നത്. ഉണ്ണിക്കണ്ണൻ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും ഈ വെണ്ണ? എന്താ ഒരു ടേസ്റ്റ്! അങ്ങനെ ശർക്കരയും പഞ്ചാരയും വെണ്ണയും ഒക്കെ ആയിട്ട് തൃക്കൈ വെണ്ണയും ത്രിമധുരവും കഴിച്ചു. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നേരെ അമ്പലക്കുളം കാണാൻ പോയി. എന്തോരം മീനുകളല്ലേ! പിന്നെ അയ്യപ്പൻ്റെ നടയും ഗുരുവായൂരപ്പൻ്റെ നടയും ഒക്കെ തൊഴുതു. അങ്ങനെ മനസ്സ് നിറഞ്ഞ് തിരിച്ചു നേരെ വീട്ടിലേക്ക്. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സർബത്തൊക്കെ കയറി കുടിച്ചൊരു കടയിൽ. അത് കഴിഞ്ഞിട്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. പിന്നെ അമ്പലപ്പുഴയിൽ വെച്ചിട്ട് കുറേ ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണേ. അപ്പം ശരി, പിന്നെ കാണാം.